അപ്പോൾ ഹലോ ഗൈസ്, ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ യൂട്യൂബിലൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ലാസ്റ്റ് ഇൻറ്റേൺഷിപ്പിന് പോയ സമയത്താണ് നമ്മളൊരു വ്ളോഗ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പക്ഷേ അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ യൂട്യൂബ് എന്നുള്ള സംഭവം വിട്ടു, വ്ളോഗ് ചെയ്യാൻ കാര്യം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇൻസ്റ്റയിൽ കുറച്ച് വീഡിയോസ് ഇടും, അത് ഞാൻ നേരെ ഷോർട്സ് ആയിട്ട് ഇടും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തോ ലൈക്ക് ഐ വോണ്ട് ടു ഡു ലൈക്ക് ഞാനൊരു സാധനം പ്ലാൻ ചെയ്തിരുന്നു, അതെനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാധനം ബ്രേക്കായിപ്പോയി. ബട്ട് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ജേർണി. എല്ലാവരും അത്രയും കൺസിസ്റ്റൻ്റ് ആവണമെന്നില്ല, അപ്പോൾ ഞാനും കൺസിസ്റ്റൻ്റ് അല്ല. അപ്പം ആ സാധനം റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മാത്രമേ എനിക്ക് കുറേ നല്ല നല്ല കുറച്ച് മൊമെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പം നമുക്കതൊക്കെ എടുക്കാനായിട്ട് എന്തായാലും ഏറ്റവും ബെറ്റർ വേ നമ്മുടെ വ്ളോഗ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതിനെ തന്നെ ട്രൈ ചെയ്യാം. സോ നമ്മളിന്ന് പെട്ടെന്ന് റെഡി ആവുന്ന അമ്പലത്തിൽ പോവാണ്. അപ്പോഴാണ് ഞാൻ കരുതിയേ എന്തായാലും ഐശ്വര്യമായിട്ട് തുടങ്ങിയേക്കാം വിചാരിച്ചു. അപ്പം എന്തായാലും നമുക്ക് ബാക്കി കാണാം. അപ്പം നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പം നമുക്ക് നേരെ അമ്പലത്തിൽ പോവാം. അവിടെ നീ വരാത്ത സമയം കഴിഞ്ഞു, നമുക്ക് പെട്ടെന്ന് പോയി തൊഴാം. നമ്മൾ അമ്പലം എത്തി. നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം കുറഞ്ഞ് പെട്ടെന്ന് അകത്ത് കയറട്ടെ. തൊഴാൻ സമയം കഴിഞ്ഞു എന്നറിയത്തില്ല, പോയി നോക്കാം. ഇതാണ് നമ്മുടെ അമ്പലം, പിരികനാട് അമ്പലം. എന്നാ നേരത്തെ ഇങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലായിരുന്നു. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം കുറേ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സമയമില്ല, പെട്ടെന്ന് പോയി തൊഴുത് ഇറങ്ങാം. എന്തായാലും നമ്മളൊരു ശുഭകാര്യത്തിന് മുന്നോടിയായിട്ട് വിഘ്നങ്ങളൊക്കെ മാറാനായിട്ട് നമുക്ക് മറ്റേ ഒരു തേങ്ങയൊക്കെ മേടിച്ചുടച്ച് സെറ്റപ്പായിട്ടൊക്കെ ചെയ്യാം. അപ്പം ഒരു തേങ്ങ മേടിക്കാം. നമ്മുടെ തേങ്ങ കിട്ടി. അപ്പം നമ്മൾ തേങ്ങ മേടിച്ചു. ഇനി നമുക്ക് ഇപ്പോൾ ഇത് പൊട്ടിക്കാനുള്ള പരിപാടി നോക്കാം. പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് ഞാൻ വ്ളോഗ് ചെയ്ത് കുറച്ചായതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പം നമുക്കിതുകൊണ്ട് തന്നെ പൊട്ടിച്ചിട്ട് വരാം. നമുക്ക് തേങ്ങ കൂടാതെ മാലയും കൂടെ മേടിച്ച് വെക്കണം. അപ്പം നമ്മൾ അതോടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വഴിപാട് എഴുതിക്കണം. അപ്പം വഴിപാടും എഴുതിച്ചിട്ട് ഇറങ്ങാം. ചിലയിട്ടേ വരും, കുഴപ്പമില്ല, നോക്കാം. നമ്മൾ ചെറുതായിട്ടൊന്ന് ട്രാപ്പായി. ഇത്രയും സാധനം എല്ലാം മേടിച്ച് കൊണ്ടുപോകാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അമ്പലം കാണിച്ചില്ലാന്ന് വേണ്ട. 1x ചിലപ്പോൾ കിട്ടാൻ പാടായിരിക്കും, നോക്കട്ടെ. ഇപ്പോൾ 0.5 ഇട്ട്. അപ്പം നമ്മൾക്ക് ഇത് മേടിച്ച് ഇത്ര സാധനം കൈ കൊണ്ടുപോകാൻ കുറച്ച് പാടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കൊണ്ടുപോയി നാളുകാരെ ഉടച്ച് കഴിയുമ്പോൾ ആ കൈ ഫ്രീ ആവും. പിന്നെ ഇതുകൊണ്ട് അകത്തും കൊടുത്ത് കഴിയുമ്പോൾ നമ്മളതും ഫ്രീ ആവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി ഉടുപ്പ് ഇടണം. അപ്പം അതിന് നാളുകാരെ ഉടയ്ക്കണം, ഡ്രസ്സ് ഊരണം, അകത്ത് കയറണം, തൊഴണം, എന്നിട്ട് ഇറങ്ങിയിട്ട് വരാം. നമ്മൾ സക്സസ്ഫുള്ളി തേങ്ങ ഉടച്ചു. അത്ര അങ്ങോട്ട് നന്നായിട്ട് പൊട്ടിയിട്ടില്ല. അപ്പോൾ കുറച്ച് വിഘ്നങ്ങളൊക്കെ നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു, അറിയത്തില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡ്രസ്സൊക്കെ ഊരി തൊഴുതിട്ട് വരാം. അത് പറഞ്ഞ പോലെ തന്നെ വഴിപാടായതുകൊണ്ട് കുറച്ച് സമയം, കാരണം നമ്മൾ വന്ന സമയം വെച്ച് കഴിഞ്ഞാൽ 7 മണി, പൂജയൊക്കെ നടക്കാൻ പോകുന്ന സമയമാണ്. അപ്പം നമ്മുടെ പരിപാടി ഡിലേ വരും. നമുക്കതൊരിടം പോയി ചുറ്റിനും തൊഴുതിട്ടൊക്കെ വരാം. ഞാൻ വീഡിയോ എടുക്കാൻ ഇപ്പോൾ തുടങ്ങിയപ്പോൾ ശ്രദ്ധിച്ചേ, ഞാൻ ഭയങ്കര സൈലൻ്റ് ആയിപ്പോയി, ഭയങ്കര അടക്കിയാണ് പറയുന്നത്. കാരണം ലൈക്ക് ആ ഒരു സാധനം പോയി കുറച്ച് നാളായില്ലേ ചെയ്തിട്ട്, അതുകൊണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് മാത്രമല്ല, ക്യാമറ ആംഗിൾ ഞാൻ ഇത്ര താത്തിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ആണ് ഇങ്ങനെ പിടിക്കണ്ടേ. മാത്രമല്ല 1x ലൈക്ക് 0.5 മാറ്റാൻ ലൈക്ക് മറന്നു. ആ ഒരു സാധനം അങ്ങ് പോയി, എന്താണെന്ന് അറിയത്തില്ല. കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കി എടുക്കാം. നമ്മളിപ്പം ഒരു റീഫ്രഷായി വരുന്നതല്ലേ ഉള്ളൂ. നമുക്ക് നല്ലൊരു കാര്യം പറയാനുണ്ട്, പക്ഷേ അത് ഇവിടെ ഇരുന്ന് ശരിയാവുമോ എന്നറിയത്തില്ല, നോക്കാം. കുഴപ്പമില്ല. അപ്പം ഞാൻ മെയിൻലി വ്ളോഗ് എടുത്തേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ സാധനങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. മാത്രമല്ല വലിയൊരു സംഭവം, ലൈക്ക് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അപ്പം വലിയൊരു സംഭവം നമ്മുടെ ലൈഫിൽ നടക്കാൻ പോവാണ്. അപ്പം അത് വേറെ ഒന്നുമല്ല, അത് മേ ബി സർപ്രൈസായിട്ട് വെക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർപ്രൈസായിട്ട് ഇരുന്നോട്ടെ. അടുത്ത ദിവസം തന്നെ എന്തായാലും നടക്കുന്നുണ്ടാവും. അത് കംപ്ലീറ്റ് വ്ളോഗ് എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നമുക്ക് വ്ളോഗായിട്ട് തന്നെ ചെയ്യുന്നുണ്ടാവും. ലെങ്ത് ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയത്തില്ല, അതിനെക്കുറിച്ച് ഒരു ഐഡിയ എനിക്കില്ല. അതുകൊണ്ട് ആ ഒരു അന്നേരം സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ നടക്കത്തില്ല. അതുകൊണ്ട് ഇപ്പോഴേ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ പറഞ്ഞില്ല, പുതിയൊരു ചെറിയ സംഭവമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമായതുകൊണ്ട് തന്നെയാണ് എന്തെങ്കിലും ക്യാപ്ചർ ചെയ്യണം എന്നുള്ളൊരു സാധനം എനിക്കുണ്ടായത്. അപ്പം അറിയാം, എൻ്റെ എന്തൊരു ലൈഫ് ഡിസിഷൻ നടന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ വരുന്നത് ഇവിടെ നമ്മുടെ അമ്പലത്തിലാണ്, മഹാദേവൻ്റെ അടുത്താണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ വന്ന് കാര്യങ്ങൾ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ പെട്ടെന്ന് തൊഴുതിറങ്ങിയ കാര്യം പറയാനായിട്ട് ഞാൻ ഇരുന്നത്, നടന്നുകൊണ്ട് പറയാൻ പറ്റത്തില്ല. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. നമ്മൾ ഇറങ്ങി. അപ്പം കുറിയൊക്കെ തൊട്ട് അലമ്പായോ എന്നൊന്നും അറിയത്തില്ല. ഞാൻ കണ്ണാടി ഒന്നും നോക്കിയിട്ട് ചുമ്മാ അങ്ങ് തൊട്ടതാണ്. അപ്പം നമുക്കിനി നേരെ വണ്ടി എടുക്കാം, വീട്ടിൽ പോകാം. ഞാൻ പറഞ്ഞില്ല, വേറൊന്നുമില്ല, നമ്മുടെ ഒരു ഗുഡ് ന്യൂസ് വരുന്നുണ്ട്. അപ്പം അത് അടുത്ത വീഡിയോയിൽ എന്തായാലും കാണിക്കുന്നുണ്ടാവും. കാരണം അടുത്ത നെക്സ്റ്റ് ഡേ തന്നെ അത് നടക്കുന്നുണ്ടാവും. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. അതിൻ്റെ കുറേ റീസൺസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം.
അപ്പം ഞാൻ പറഞ്ഞില്ല ഇപ്പം വ്ളോഗ് പിന്നെ എടുത്ത് വരുന്നതിൻ്റെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പം സെറ്റായി വെച്ച് വരും. നമ്മളിനി ഇതിലേക്ക് എന്താ നമ്മൾ മറ്റേ പ്രൊഫഷണൽ വ്ളോഗറൊക്കെ ആവാണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പം അത്രേ ഉള്ളൂ. ഞാൻ എന്തായാലും വേറെ വ്ളോഗ് ഒത്തിരി കണ്ടിന്യൂ ചെയ്യാൻ മാത്രമൊന്നുമില്ല. ഈ ഒരു കുഞ്ഞു കാര്യം, അമ്പലത്തിൽ വരുന്ന കാര്യം, ഈ കാര്യം ഒന്ന് അനൗൺസ് ചെയ്യാനായിട്ട് എനിക്ക് മാത്രമല്ല ഒരു സ്റ്റാർട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്തതന്നേ ഉള്ളൂ. അപ്പം ഇത് കണ്ട ആരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. മുമ്പോട്ടുള്ള വീഡിയോസൊക്കെ നോക്കിയിട്ടൊക്കെ ചെയ്താൽ മതി. ലൈക്ക് ചെയ്യുക, കാര്യം എന്ത് ചെയ്യണമെങ്കിലും. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നല്ലൊരു അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ നല്ലൊരു കിഡിലെ ന്യൂസായിട്ടായിരിക്കും ഞാൻ നെക്സ്റ്റ് വീഡിയോ എന്തായാലും വരുന്നുണ്ടാവുക. സോ സ്റ്റേ ട്യൂൺ. ബൈ.